അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡൽ 17 സീറ്റ് സെയിലിനുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Gotta make a move to me, baby, yeah, yeah, yeah. Nah, you know me, I'm not wasting time. No secrets left to hide. You gotta show me love when you're ready, yeah, yeah, yeah. Why can't we ever bounce on the rhythm, yeah, yeah, yeah. You gotta make a move to me, baby, yeah, yeah, yeah. No secrets left to hide. You gotta show me love when you're ready, yeah, yeah, yeah. Say yeah, yeah, yeah. Say, you know me, I got no time to waste. Type of energy that can't be replaced. No debate, we could take it back to my place. I can turn around, let me show you how it tastes, yeah. A baller, mind on the dollar. Swallowing the bottle while you're smoking on gelato. Now do you need some of that noodle? Just tell me that you're coming through. Bounce on the rhythm, yeah, yeah, yeah. You gotta make a move to me, baby, yeah, yeah, yeah. Nah, you know me, I'm not wasting time. No secrets left to hide. You gotta show me love when you're ready, yeah, yeah, yeah. Why can't we ever bounce on the rhythm, yeah, yeah, yeah. You gotta make a move to me, baby, yeah, yeah, yeah. Nah, you know me, I'm not wasting time. No secrets left to hide. You gotta show me love when you're ready, yeah, yeah, yeah. Why can't we ever bounce on the rhythm? അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞത് 2015 മോഡലാണ്. അതർ സ്റ്റേറ്റ് വാഹനമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി കേരളത്തിലേക്ക് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അതർ സ്റ്റേറ്റ് വാഹനം നമ്മുടെ കേരള രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം വർക്കും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം ചിലവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് വന്നാണ് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കാലിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോർമൽ വയ്ക്കുന്ന സൺസൈഡ് അതുമാതിരി ബോണ്ടിമൊക്കെ ചെറിയ രീതിയിലുള്ള ടിങ്കറിങ് കാര്യങ്ങൾ, അതായത് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റുമേ ചെറിയ രീതിയിൽ കസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്കേർട്ടും കാര്യങ്ങൾ കയറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു വാഹനത്തുമേ മെയിനായിട്ട് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഫുള്ള് ഒരു പുതിയൊരു വാഹനം എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇൻറ്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പുറമേ എന്ന് പറഞ്ഞത് പാച്ച് വർക്ക് അതേമാതിരി തന്നെ പെയിൻറ്റിങ് ആണ് ഈ അതർ സ്റ്റേറ്റ് വരുന്ന വാഹനങ്ങൾ മെയിനായിട്ട് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ A to Z എന്നുള്ള കണ്ടീഷനിൽ എല്ലാം പക്കയായിട്ട് നോക്കിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ മെയിനായിട്ട് ചെയ്താണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ അതേപോലെ തന്നെ റെയിൻ ഗാർഡ് പിന്നെ ലാഡർ സ്റ്റെപ്പിനി അതേപോലെ തന്നെ സൈഡ് സ്കേർട്ടിങ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഫ്രണ്ടിലേക്ക് ബമ്പർ ലിപ്പ് ചെറിയ അഡീഷണൽ ഫോഗ് അതേപോലെ തന്നെ അഡീഷണലായിട്ട് വരുന്ന ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിമേ നല്ല രീതിയിൽ തന്നെ പക്ക നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇൻറ്റീരിയൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയലിനകത്ത് വരുമ്പോൾ ടോപ്പ് അതേമാതിരി തന്നെ ബെർത്ത് TV ക്യാബിൻ
അതുമാതിരി AC ക്യാബിൻ. അതായത് നമ്മൾ എങ്ങനെയാണോ, അതായത് അതർ സ്റ്റേറ്റ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കാലി വാഹനമായിരിക്കും. അതായത് ഒന്നിന് കാലി അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ രീതിയിലുള്ള ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളായിരിക്കും. ആ ഒരു വണ്ടികൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻറ്റീരിയൽ ഫുള്ള്, അതായത് A to Z എന്നുള്ള കണ്ടീഷനിൽ എല്ലാം അഴിച്ചിട്ട് രണ്ടാമത് നമ്മുടെ കേരള വണ്ടി എങ്ങനെയാണ് നിൽക്കണേ അതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിലിനുള്ളതാണ്. അതേമാതിരി തന്നെ നമ്മൾ ട്രാവൽസിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിക് സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ ബോഡി സൈഡ്, അതായത് വർക്ക് സൈഡ് എല്ലാ ഭാഗവും പക്കയാണ്. പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ മെക്കാനിക്ക് ഓൾറെഡി ഫുള്ള് കാര്യങ്ങൾ, അതായത് 4 വീല് പൊന്തിച്ച് വെക്കുക, അതേമാതിരി തന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് രജിസ്ട്രേഷൻ വണ്ടികൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കേരള രജിസ്ട്രേഷനും സെയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് പറയുമ്പോൾ ഒരുപാട് അതിൽ ഒന്നിന് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ കൂട്ടി പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടെ തന്നെ ഉള്ളതാണ് 2017 മോഡൽ 17 സീറ്റ്. ആ ഒരു വണ്ടിക്ക് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13,85,000 രൂപയാണ്. ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,85,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു വണ്ടിയും ഈ ഒരു വണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ വർക്കും അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് ലേറ്റസ്റ്റ് സൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു വാഹനത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വന്നിരുന്ന 4 സ്പീക്കർ, സാധാരണ ഒരു ആംപ്ലിഫയർ ആമ്പെന്ന് മാത്രം. അത് സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അതുമേ അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇതൊരു AC ഉള്ള വാഹനമാണ്. ആ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഇല്ല, നോൺ AC ആണ്. നിലവിൽ ഗ്ലാസ് ടൈപ്പ് ടോപ്പാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വണ്ടിമേ ഗ്ലാസ് ടൈപ്പ് ടോപ്പല്ല, നോർമൽ ടൈപ്പ് ടോപ്പാണ്. പക്ഷേ ഗ്ലാസ് ടൈപ്പ് ടോപ്പാണെന്നുണ്ടെങ്കിലും അത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. നിലവിൽ കമ്പനി, അതായത് ആ വണ്ടി വരുമ്പോൾ സീറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു, അതേപോലെ തന്നെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഡീഷണലായിട്ട് 2 ബെർത്ത്, അതേമാതിരി TV ക്യാബിനും ടോപ്പ് മാത്രമാണ് നമ്മൾ ആ ഒരു വാഹനത്തുമ്പോൾ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വാഹനത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z എല്ലാം, അത് പ്ലാറ്റ്ഫോം അടക്കം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു വണ്ടിയുമേ നമ്മൾ എന്തോരം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും അതേമാതിരി തന്നെ ആ ഒരു വണ്ടിയുടെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ടും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതായത് നമ്മൾ അതർ സ്റ്റേറ്റ് വാഹനം കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ചെയ്യണ പോലെയും അതേമാതിരി ഇൻറ്റീരിയർ ചെയ്യുന്നതിനെക്കാട്ടിയും മെക്കാനിക്കിലോട്ട് നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ട്രാവൽസിൽ ഓടുന്ന വണ്ടികളാണ്. ബൈ ചാൻസ് വണ്ടി ഒരു ഓട്ടം പോയി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓട്ടം വിട്ടതിനെക്കാട്ടിയും കൂടുതൽ പൈസ നമുക്ക് അതിന് ചിലവായിട്ട് വരും. അപ്പോൾ പരമാവധി അല്ലെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ വണ്ടികൾ, അല്ലെങ്കിൽ ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും മെക്കാനിക് സൈഡാണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും വയറിങ് സൈഡാണെങ്കിലും പക്കയായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡൽ 17 സീറ്റ് ഡൽഹി റീയായിരുന്നു. ഇപ്പോൾ ഓൾറെഡി കേരളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇത് പേപ്പർ വാങ്ങൽ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. 7-ാം മാസം അല്ലെങ്കിൽ 8-ാം മാസം വരെ നിലവിൽ ഇൻഷുറൻസ് അപ്ഡേറ്റഡ് ആണ്. ഏകദേശം 11 ലക്ഷം രൂപ IDB നിലവിലുണ്ട്. ഇനിയിപ്പോൾ IDB കൂട്ടേണ്ട ആൾക്കാർക്ക് കൂട്ടി തരാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞത് ഇതിൻ്റെ പേപ്പർ വാങ്ങൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മെക്കാനിക്കും നേരത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,85,000 രൂപയിൽ മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.